ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്തൊരു കുട്ടി വ്ളോഗാണ്. രാത്രി 12 മണിക്ക് തന്നെ അമ്മയും കുഞ്ഞിനും ചുണ്ണും പാറും കൂടി വിഷ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അമ്മ ചെയ്തതാണ്, അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോ. ശരിക്കും ആ സമയത്ത് ഞാൻ അച്ഛനെ മിസ് ചെയ്തു. എൻ്റെ ഓർമ്മയിലെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ട്രിപ്പ് പോയേക്കായിരുന്നു. അച്ഛൻ രാവിലെ എന്നെ 5 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ അച്ചു എന്ന് പറഞ്ഞ്. ആ ഒരു വിളി ഇപ്പോഴും എൻ്റെ കാതിൽ നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടെ ഉണ്ടെന്നാട്ടോ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അമ്മയും ഞാനും കൂടി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ പേരിൽ പാൽപ്പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ അച്യുതൻ എന്നാണ് എഴുതിയിരുന്നത്. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവുമായി, അതേസമയം എനിക്കത് ഓർത്ത് സങ്കടവും വന്നു. കാരണം എന്നെ അച്ഛൻ മാത്രമാണ് അച്യുത എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വഴക്കിട്ടൊക്കെ ഇരിക്കുമ്പോൾ അച്യുത എന്ന് പറഞ്ഞ് വിളിക്കുന്ന, അപ്പോൾ അതുകൊണ്ട് അവർ കേക്കിൽ എനിക്ക് സർപ്രൈസായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവർ വരുന്ന ഞാൻ എൻ്റെ മനസ്സിൽ പോലും തിങ്ക് ചെയ്തിട്ടില്ല. അവരെനിക്ക് വേണ്ടി 1 മാസം മുമ്പേ പ്ലാൻ ചെയ്ത് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർ വന്നത്. ശരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായമുള്ളൂ. എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ തന്നെയാണ് അവരും. കുറച്ച് നാളുകൊണ്ട് തന്നെ വളരെയധികം ഒരു ഫാമിലി പോലെ തന്നെ കൂട്ടായ 2 പേരാണ്. അപ്പോൾ അവർ പാറുവിനെ വിളിച്ചിട്ടാണ്, കോൺടാക്ട് ചെയ്തിട്ടാണ് വഴിയൊക്കെ ചോദിച്ച് ബസ്സിന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ ഇരുന്ന് ഓരോ ഫോട്ടോസും അതും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ചുണ്ണു ആണെങ്കിൽ പെട്ടെന്ന് ആരോടും സിങ്ക് ആവാറില്ല. പക്ഷേ ഇവരെ 2 പേരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്ന പാടെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. മേ ബി അവൻ്റെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതായത് ഇവർ എനിക്ക് വേണ്ടി വാങ്ങിയ ചെരുപ്പാണ്. ഇത് കറക്റ്റ് സൈസായിരുന്നു. അപ്പം ഞാൻ പറയാമായിരുന്നു ഇതെങ്ങനെ ഇവർ എടുത്തു എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നല്ല പക്വതയും ഇങ്ങനൊരു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. പിന്നെ നമ്മൾ വിചാരിച്ചു നൈറ്റ് ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുഴയുടെ സൈഡിൽ കാറ്റുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് എനിക്ക് പാറു വാങ്ങി തന്നതാണ്. നമ്മളിത് വെസ്റ്റ് സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ശരിക്കും എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ശരിക്കും അതൊരു നൈറ്റ് വെയർ ആണ്. പക്ഷേ നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാം. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും. പിന്നെ നമ്മളത് ആ പുഴയുടെ സൈഡിലെത്തി. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു പുഴക്കര, അങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ കാറ്റുണ്ടാവുമെന്നും പ്രതീക്ഷിച്ചാണ് വന്നത്. എന്തായാലും നമ്മുടെ പ്രതീക്ഷ തെറ്റിയിട്ടുണ്ട്. കാരണം ഒരില പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചുണ്ണു അവിടേക്ക് ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവന് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഓടിച്ചാടി നടക്കുകയാണ്. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ എനിക്ക് ഭയങ്കര മെമ്മറബിളാണ് ആൻഡ് ഓൾസോ സ്പെഷ്യലും ആണ്. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും വളരെ